ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന് അടിപൊളി 1-2 ഐറ്റംസ് ഒക്കെയാണ്. നല്ല അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും നല്ല പച്ച മീനാണ്, ചൂര മീനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചൂര എന്ന് പറയും. ഇനി ഇതിനെ മുറിച്ചെടുക്കുന്ന കാര്യമാണ് ഒരു പാട്. അതും നമ്മുടെ ഈ കുഞ്ഞ് വാഷ് ബേസിനകത്ത് വെച്ചിട്ട്, നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള മീനൊക്കെ കിട്ടിയാൽ പുറത്ത് കൊണ്ടുപോയി നല്ല വിശാലമായിട്ട് ഇരുന്ന് വെട്ടി കഴുകി പറക്കിയൊക്കെ എടുത്തുകൊണ്ട് വരാം. ഇതിനകത്ത് വെച്ച് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അവരെടുത്ത് വെട്ടി തന്നുവിടാൻ പറഞ്ഞാൽ അവർ വേറെ ഷേപ്പിൽ ആകെ വെട്ടിക്കോളോ ആക്കി തന്നുവിടും. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വെട്ടാതെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാനതിൽ കുറച്ച് വറക്കാനുള്ളതും പിന്നെ കുറച്ച് മീൻ മുളകിട്ടതും പിന്നെ നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈൽ മീനിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ 3 പാത്രത്തിലാക്കി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നങ്ങ് ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറി എന്ന് പറയുമ്പോഴേ എല്ലാത്തിനും തേങ്ങ വേണം. അപ്പോൾ ചൂര മീനായതുകൊണ്ട് കുറച്ച് കൂടുതൽ തേങ്ങ വേണം കേട്ടോ. അങ്ങനെ തേങ്ങ ഈ ഒരു ചിറകയുടെ ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുകളിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ അതിൽ ടച്ച് ചെയ്ത് വാങ്ങിച്ചാൽ മതി കേട്ടോ. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി തറയിലിരുന്നാൽ കാൽവേദനയുള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഫിറ്റ് ചെയ്ത് വെക്കാം. ചിലർക്കാണെങ്കിൽ സ്ലാബിൽ കട്ടി കൂടുതലായിരിക്കും. ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. എവിടെ വേണോ ഫിറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിക്കുള്ള അരപ്പെല്ലാം റെഡിയാക്കി അതൊക്കെ അങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കപ്പ നാട്ടിലൊക്കെ ആണെങ്കിൽ മീനുണ്ടെങ്കിൽ കപ്പ നിർബന്ധമാണ്, മിക്കവാറും കാണും. ഈ ഒരു കപ്പയുടെ തോട് ഇളക്കാൻ എന്തോ ഒരു പാട് പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ തോട് ഇളകാത്ത കപ്പയ്ക്ക് വേഗം കൂടുതലാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലിലൊക്കെ ഇങ്ങനെയാണ് കൂടുതലും കപ്പ ഇളക്കാനൊക്കെ അരിഞ്ഞെടുക്കുന്നത്. കപ്പയൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ മീനും റെഡിയായി, കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ടു, പിന്നെ ചോറ് തിളപ്പിച്ച് വാർത്തെടുത്തു, കപ്പയും റെഡിയാക്കി. അപ്പോൾ നമ്മുടെ ഉച്ച ഐറ്റംസ് എല്ലാം റെഡിയായിട്ടുണ്ട്. ചോറ്, സാമ്പാർ ഒഴിച്ചു. ഇപ്രാവശ്യം ഉണ്ടാക്കിയതിൽ കപ്പ മാത്രം ഇത്തിരി പണി വാളിപ്പോയി. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വേഗാത്ത കപ്പയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിൽ അങ്ങ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ സംഗതി കുറച്ചൊന്ന് കുഴഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല. കപ്പ ട്രിവാൻഡ്രം സ്റ്റൈൽ. അപ്പോൾ തുടങ്ങാം. മീന് ചൂട്, ഭയങ്കര ചൂട്, കപ്പ എടുക്കാൻ പറ്റണില്ല. കപ്പയാണ് ഇപ്രാവശ്യം കുറച്ചൊന്ന് പണിപാളിയത്. മീന് നല്ല മീനും കപ്പയും കൂടെ. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ.